ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു വലിയ കുഴപ്പമുണ്ടാക്കിയ ഒരാളെ നമ്മൾ പോയി ശിക്ഷിക്കുകയാണ് ചെന്നിട്ട്. സിനിമയിൽ മാത്രം കണ്ടു. അത് ഡിബേറ്റബിൾ ആണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. പക്ഷെ അത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു അടി കൊടുക്കണം എന്ന് തോന്നുന്നത്. അത് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പം ചിലപ്പോൾ അത് അങ്ങനെ ഓർക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഒരു സ്ഥലത്ത് ഞാനൊരു സുഹൃത്തു കൂടി ഇങ്ങനെ പോയപ്പോൾ ആ സ്ഥലത്തിന് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഫോർത്ത് വീട്ടിലുള്ള ഒരാളെ വെട്ടിക്കൊന്നിട്ടുണ്ട്, ഇവിടെ വെച്ചാണ് വെട്ടിക്കൊന്നത്. എന്നിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ചേട്ടൻ ഇപ്പോഴത്തെ ഫോട്ടോയും അന്നത്തെ ഫോട്ടോയും വെച്ചിട്ട് ഡികാപ്രിയോ ഓഫ് മോളിവുഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കമൻറ്റ്. എനിക്കറിയാം ചേട്ടൻ ചളിപ്പുള്ള ഒരു കാര്യമാണ് അത് പറയാനെന്നുള്ളത്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടത്തോടെ ഷെയർ ചെയ്യണം ആളുകൾ പഴയ ഫോട്ടോസ്. അതിൽ എൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ ക്രഷായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഏതോ ഒരു പോയിന്റിൽ നമ്മൾ മാറിപ്പോകും, അയാളായി പോകും. ഏതോ ഒരു പോയിന്റ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അരുൺ ചെറുകാവിൽ. ചേട്ടാ സ്വാഗതം. ഈ വർഷം സ്പെഷ്യലാണ്, 25th ഇയർ ആണ് സിനിമയിൽ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഫോർ ദ പീപ്പിൾ 90s കിഡ്സിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അത് എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ചേട്ടൻ്റെ ഫോട്ടോയ്ക്കൊപ്പം അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന അതിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ ഫോർ ദ പീപ്പിൾ വരുന്നതും ഞങ്ങൾ വീണ്ടും വീണ്ടും ഫോർ ദ പീപ്പിൾ ചോദിക്കേണ്ടി വരുന്നതും. ഇത്ര വർഷത്തിൻ്റെ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അന്നത് പ്രത്യേകതയുള്ള സിനിമയാണ്. അന്നത്തെ രീതികളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടും ഒക്കെ നമ്മൾ ഈ സിനിമ ഇത്ര ഹിറ്റാവുന്നൊന്നും നമുക്ക് ചെയ്യുമ്പോൾ അറിയില്ല. പക്ഷേ പിന്നെ ഈ നമുക്കൊക്കെ എതിർപ്പുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമ്മൾ പോയിട്ട് പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നത് സിനിമയിലേ ചെയ്യാൻ പറ്റുമോ? സിനിമയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കളിക്കുമല്ലോ, ഇങ്ങനെ പോലീസുകാരായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഇത് അതുപോലൊരു ഒരു പ്ലേയും കൂടി ഉണ്ട് അതിൽ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു വലിയ കുഴപ്പമുണ്ടാക്കിയ ഒരാളെ നമ്മൾ പോയി ശിക്ഷിക്കുകയാണ് ചെന്നിട്ട്. സിനിമയിൽ മാത്രം കണ്ടു. അത് ഡിബേറ്റബിൾ ആണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. പക്ഷെ അത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു അടി കൊടുക്കണം എന്ന് തോന്നുന്നത്. അത് ഈ പറഞ്ഞ പോലെ തോക്കും പിടിച്ച് അത് സിനിമയ്ക്കുള്ളൊരു ഈ സിനിമ എന്നുള്ളതല്ല, മൊത്തത്തിൽ സിനിമയ്ക്കുള്ളൊരു പല ആളുകളായിട്ട് നമുക്ക് സ്വയം അല്ലേ, നമ്മളെല്ലാവരും ചെയ്തു നോക്കുന്ന കാര്യമാണ്. പല ആളുകളായിട്ട് നമ്മൾ മാറുക എന്ന് പറയുന്നത്. അതിപ്പോൾ റോന്ത് ചെയ്തപ്പോഴും ഒരു DYSPയുടെ മുറിയിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഏതോ ഒരു പോയിന്റിൽ നമ്മൾ മാറിപ്പോകും, അയാളായി പോകും. ഏതോ ഒരു പോയിന്റിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മൾ തോക്കൊക്കെ പിടിച്ച് കുട്ടികളായിരുന്ന കളിച്ച പോലെ ഒരു കാലഘട്ടം എന്നിട്ട് തോക്കൊക്കെ പിടിച്ച് കുട്ടികളായി കളിച്ച പോലെ തന്നെ നമുക്ക് എന്താ പറയാ ഈ കോട്ടിട്ട് ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചൊക്കെ ഫോർ ദ പീപ്പിൾ ആയി കളിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്തു. ആ സമയത്ത് ആമ്പിള്ളേരും ഒക്കെ കൂടുതൽ ചെയ്തിരുന്നത് ഫോർ ദ പീപ്പിൾ ആവുക എന്നൊരു സാധനമായിരുന്നു. നിങ്ങളുടെ സൗഹൃദം ഇപ്പോഴും ഉണ്ടോ? എല്ലാവരുടെയും ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ളവരാ? അവര് രണ്ടുപേരും സിനിമയിലില്ല. ഇപ്പോൾ ഭരതുണ്ട്. എല്ലാവരും ഭയങ്കരമായ കോണ്ടാക്റ്റ് ഒന്നുമില്ല. എല്ലാവരും അവരുടേതായ തിരക്കുകളിലേക്ക് പോയെങ്കിലും വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആ സിനിമയുടെ റിലീസ് ജനങ്ങൾ ഭയങ്കരമായിട്ട് പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഞാൻ ആൻസർ പറയാൻ പറ്റില്ല. അതിൻ്റെ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ, സംവിധായകൻ സാറും ആളുകളൊക്കെയാണ്, നിർമ്മാതാക്കളൊക്കെയാണ് എനിക്കും അതിന് ഉത്തരം പറയേണ്ടത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് അവരുടെ ഭാഗത്തു നിന്ന് അത് വരും എന്ന് വിചാരിക്കാം. അന്നത്തെ ഒരു ഷൂട്ടിങ്ങിലൊക്കെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീൻ എന്താ? ഇന്ന് എല്ലാവർക്കും ഓരോരോ സീൻസ് ഫേവറേറ്റ് ഒക്കെയാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സീൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഫേവറേറ്റ് സീനിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ അത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യാറുണ്ടല്ലോ. അപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓർക്കുക, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ മൊണ്ടാഷസ്, അതിൽ ഒരുപാട് മൊണ്ടാഷസ് ഉണ്ടായിരുന്നു. നമ്മൾ നടക്കുന്നത് ഒരുപാട് പാട്ടുകളിലൊക്കെ വെറുതെ നടക്കുക. അപ്പോൾ ഇത് പലയിടത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പം ചിലപ്പോൾ അത് അങ്ങനെ ഓർക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഒരു സ്ഥലത്ത് ഞാനൊരു സുഹൃത്തു കൂടി ഇങ്ങനെ പോയപ്പോൾ ആ സ്ഥലത്തിന് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഫോർ ദ പീപ്പിളിൽ ഒരാളെ വെട്ടിക്കൊന്നിട്ടുണ്ട്, ഇവിടെ വെച്ചാണ് വെട്ടിക്കൊന്നത്. എന്നിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണത് ഓർമ്മിക്കാറുള്ളത്. ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പം അവിടുത്തെ ആ മെമ്മറീസ് അങ്ങനെ വരാറുണ്ട്. ഇവിടെ നമ്മൾ അന്നത് ഷൂട്ട് ചെയ്തതാണല്ലോ എന്ന് വിചാരിക്കും, അവിടെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിക്കും. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ആരും കാണാൻ ബാക്കിയുണ്ടാവില്ല. ഇപ്പോൾ ചേട്ടൻ്റെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീലുകൾ,
ചേട്ടൻ ഇപ്പോഴത്തെ ഫോട്ടോയും അന്നത്തെ ഫോട്ടോയും വെച്ചിട്ട് ഡികാപ്രിയോ ഓഫ് മോളിവുഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കമന്റ്, എനിക്കറിയാം ചേട്ടൻ ചളിപ്പുള്ള ഒരു കാര്യമാണ് അത് പറയാനെന്നുള്ളത്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടത്തോടെ ഷെയർ ചെയ്യാണ് ആളുകൾ പഴയ ഫോട്ടോസ്. അതിൽ അതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ എൻ്റെ ക്രഷായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ഇതെങ്ങനെയാ ഒരു പുതിയ വേൾഡിൽ ഇങ്ങനത്തെ ഒരു ട്രെൻഡിനെ എങ്ങനെയാ കാണുന്നത്? അല്ല, അത് ഒന്നാമത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു വലിയ പ്രിവിലേജാണത്, അല്ലേ? അങ്ങനെ ഒരു കാലത്തിന് ൻ്റെ ഒരു ഫോണ്ട് മെമ്മറി ആയിട്ട് നമ്മളെയും കൂടി അവർ പറയുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ലുക്കലൈക്കൊന്നും നമുക്ക് അതിനെപ്പറ്റിയൊന്നും പറയാൻ അറിഞ്ഞൂടാ, കാരണം അത് വേറൊരാൾക്ക് തോന്നുന്നതാണ്. അത് ഞാനങ്ങനെ പേഴ്സണലി വിചാരിക്കുന്നില്ല. നമ്മളൊരു ഇപ്പോൾ ചില ഏജിൽ ചില ആളുകളുടെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മെൻഷൻസാണ്. സന്തോഷമാണ് കേൾക്കുന്നത്. അന്ന് ഈ പറഞ്ഞ ആരാധകരുടെ ഒരു ഇതും ഒക്കെ ഉണ്ടായിരുന്നു, അതായത് കത്തുകൾ വരുന്ന കാലമൊക്കെ അല്ലേ, ഫോൺ വിളികൾ അതൊക്കെ ഉണ്ടായിരുന്നു. ശരി, അന്ന് ഈ ഫോട്ടോഗ്രാഫി സെൽഫി ഇല്ലല്ലോ. അപ്പോൾ ആക്ടേഴ്സിൻ്റെ സിഗ്നേച്ചറാണ് ഓട്ടോഗ്രാഫ്സ്, എന്തെങ്കിലും ഓട്ടോഗ്രാഫ്സ് ഒക്കെയാണ് മേടിക്കുക ആളുകൾ. അന്ന് എല്ലാവരുടെ കയ്യിൽ ഓട്ടോഗ്രാഫ് ബുക്സ് അല്ലെങ്കിൽ ഡയറീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ലൊക്കേഷനിലൊക്കെ ഷൂട്ട് കാണാൻ വരുന്ന ആളുകൾ അത് കൊണ്ടുവരും, അത് വാങ്ങുകയും ഒക്കെയാണ് ചെയ്യുക. ഓഫ് കോഴ്സ് സിനിമയ്ക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇത്രയും ഈസിലി അവൈലബിൾ അല്ലല്ലോ അന്ന്. സിനിമയുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പാടാണ്, കുറച്ചും കൂടി ഇങ്ങനെ നോക്കിയിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ആളെപ്പോലും വലിയ റെക്കഗ്നേഷൻ കിട്ടിയിരുന്ന ഒരു സമയമാണ്. സിനിമാ നടനായി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആളുകൾക്ക് വലിയ ഇഷ്ടവും സ്നേഹവും തന്നെയാണ്. അത് അവർക്ക് എതിർപ്പുകളുണ്ടെങ്കിൽ എതിർപ്പുകളുണ്ടാവും, പലതരത്തിൽ. അപ്പം അത് വളരെ തീവ്രമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരുന്ന കാലമാണത്. അതിപ്പോൾ ഇല്ലയെന്നല്ല, ഇപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണല്ലോ. അയാൾ എവിടെയുണ്ട്, ആരും പ്രൈവറ്റായിട്ട് ഇല്ലല്ലോ ഇന്ന്. എല്ലാവരും നമുക്ക് അവൈലബിൾ ആണ്. സ്വന്തമായി മീഡിയ ഉണ്ട്. അതെ, സ്വന്തമായി മീഡിയയും. ഇപ്പോൾ ആരിലേക്ക് നമുക്ക് എത്തിച്ചേരാം, എന്ത് അഭിപ്രായങ്ങളും നമുക്ക് അവരോട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ് എപ്പോഴും ഉണ്ട് ഇപ്പോൾ. അതാണ് പ്രധാന വ്യത്യാസം. നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് സിനിമകൾ അധികം ചെയ്യാൻ പറ്റാത്ത സമയം വരും. ഇപ്പോൾ കാലിഫോർണിയ ആക്സിഡൻറ്റിൻ്റെ കാരണം കൊണ്ടെന്ന് പറഞ്ഞു, അത് അങ്ങനെ ഒരു ഫേസ് വരും. അല്ലാതെ തന്നെ ചിലപ്പോൾ സിനിമകൾ എല്ലാവർക്കും വരുമല്ലോ, സിനിമകൾ കുറയുന്ന സമയം വരും. ചിലപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും കഥാപാത്രങ്ങൾ വന്ന് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ചിലപ്പോൾ എടുക്കുന്നത് വരും. ഈ ഓരോ കാലഘട്ടവും കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ റിഗ്രറ്റ് ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ അത് അന്ന് സംഭവിച്ചത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം, റിഗ്രറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം റിഗ്രറ്റ് ചെയ്യാനുള്ളൊരു എഫേർട്ട്, അത്ര സ്ട്രോങ് എഫേർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലൈസ്ഡായി നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ റിഗ്രറ്റ് തോന്നും. നമ്മൾ കുറച്ച് ഈ അനിശ്ചിതത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലോയ്ക്കൊപ്പം എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടല്ലോ, അതിനെ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനെ രസകരമാക്കുന്നത്, ലൈഫിൻ്റെ ആണെങ്കിലും സിനിമയുടെ ആണെങ്കിലും. സിനിമയിൽ അത് നന്നായിട്ടുണ്ട്, ഈ അനിശ്ചിതത്വം. അതെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല റിസൾട്ടുകളുണ്ടാവും, ചിലപ്പോൾ അത്ര വലിയ റിസൾട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ പഴയൊരു ഇൻ്റർവ്യൂവിലൊരു ആക്ട്രസ്, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പ്രീതി സിന്ധയാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വാക്കാണ്, ആക്ടേഴ്സ് ആർ പെയ്ഡ് ഫോർ വെയിറ്റിംഗ്, നോട്ട് ഫോർ ആക്ടിങ്. അഭിനേതാക്കൾക്ക് കാത്തിരിപ്പിനാണ് പണം കിട്ടുന്നത്. കാത്തിരിപ്പ് എന്ന് പറയുന്ന അടുത്ത ഷോട്ടിനുള്ള കാത്തിരിപ്പുണ്ട്. നമ്മളുടെ സമയം വാങ്ങിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു, അവർ വന്ന് വിളിക്കും. ബഹദൂർക്കയുടെ കഥാപാത്രം ഉണ്ടല്ലോ ജോക്കറിൽ, എൻ്റെ നമ്പറായോ എന്ന്. ഇതേപോലൊരു വെയിറ്റിംഗ് ഉണ്ട് ആക്ടർക്ക്. നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ കഥാപാത്രങ്ങൾ വരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കഥാപാത്രം വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിന് സ്വയം അനുവദിക്കുന്നതിനാണ് എല്ലാ പേയ്മെൻറ്റും. പണം മാത്രമല്ല പേയ്മെൻറ്റ്, ആളുകൾ പറയുന്ന റെക്കഗ്നീഷൻസ്, ആളുകൾ തരുന്ന സ്നേഹം, തിരിച്ചറിവുകൾ, സന്തോഷം, ഇതാണ്.
അപ്പോൾ അരുൺ ചേട്ടനെ അറിയാം, കൂടുതലൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടേക്ക് തുറന്നു വയ്ക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. എപ്പോഴും സ്വന്തം ജീവിതം മാറ്റി നിർത്തി ആക്ടർ എന്നുള്ളത് വേറെയും നിർത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ആവുന്ന ഒരു അവസ്ഥയുണ്ട് സോഷ്യൽ മീഡിയയിൽ, അല്ലേ? നമ്മളെവിടെ പോയാലും ക്യാമറകൾ പുറകെ ഉണ്ട്. പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ പ്രൈവസി കുറയുന്ന ഒരു സമയമാണല്ലോ. എങ്ങനെയാണ് അപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് നമ്മളുടെ ചോയ്സുകൾ പോലെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കണമല്ലോ നമ്മൾ. ആ മാറ്റം ആയിട്ടാണ് അതിനെ വിചാരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് ഒരു ആവശ്യമായി വന്നാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഇപ്പം സിനിമയിൽ ജോലി ചെയ്താൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് സംസാരിക്കുക കൂടി ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൽ. അങ്ങനെ അപ്പോൾ അതിൻ്റെ രസം, അതിനെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു വരികയാണ്. PR, സെൽഫ് മാർക്കറ്റിംഗ്, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമെന്ന് പറയാം. മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയ കാലത്ത് സിനിമയ്ക്കകത്ത് തന്നെ ഉപദേശങ്ങൾ വരില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയുന്ന ഒരു സമയത്ത് ഇതൊക്കെ വരും. അങ്ങനെ ചെയ്യണമെന്ന് പറയും. അങ്ങനെ നിർബന്ധങ്ങൾ വരും. നമ്മളെ ഇഷ്ടമുള്ള ആളുകൾ നമ്മളോട് ചെറിയ ശാസനകൾ പോലെ പറയും, ദേഷ്യപ്പെടും ചിലർ. അതൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് തോന്നുക എന്നുള്ളതാണല്ലോ. എല്ലാ കാര്യവും അങ്ങനെയാണ്. നമുക്ക് തോന്നുന്ന സമയത്താണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് കൃത്യമായി ചെയ്യാൻ പറ്റുക. അപ്പം അത് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. എപ്പോഴും ചിലർക്ക് ഇങ്ങനെ ഒരു കാലമായും ചിലർക്ക് വൈകിയാവും മനസ്സിലാവുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഓരോരോ കാലത്തിൻ്റെ മാറ്റങ്ങൾ പിടികിട്ടുക എന്ന് പറയില്ല നമുക്ക്. യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞ പബ്ലിക്കുമായിട്ട് ഇടപെട്ട് നമുക്ക് അക്കൗണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, നമ്മൾ വല്ലപ്പോഴും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഡെയിലി ഇത് നോക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ പ്രത്യേകിച്ചും റീലുകളുടെ പ്രവാഹമാണല്ലോ, മെൻഷൻസും റീൽസും ഒക്കെ. ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആണ്, ആളുകളോടുള്ള ഇടപെടൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പേഴ്സണൽ മെസ്സേജുകൾ ഒരുപാട് മെസ്സേജുകൾ. അപ്പോൾ അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് നേരിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിത് എന്താണ് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത്, എന്താണ് ആളുകൾ ഇതിനെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് കാണുന്നത്. അതാണ് അതിൻ്റെ വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് നമ്മൾ ചെയ്തൊരു കഥാപാത്രം വർക്കായോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ആ സിനിമ വർക്കായോ, അല്ലെങ്കിൽ ആളുകൾ അത് എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. നമ്മൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കായ ഒരു സിനിമയും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അതുണ്ടാവും, അത് ജെന്യുവനായിട്ടുണ്ടാവും. അത് മുമ്പ് ചിലപ്പോൾ അവരുടെ ശബ്ദം നമ്മൾ കേൾക്കണമെന്നില്ല. വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് സിനിമ ഇഷ്ടമാവാത്തത് എന്ന് പറയുന്നവരുണ്ടാവും. മെസ്സേജ് വരാറുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ മെസ്സേജ് ആളുകൾ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയാണ്, അത് അവരുടെ ശരിയാണ്. അപ്പോൾ അതും നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടല്ലോ, അല്ലേ? എല്ലാ സിനിമകളും അല്ലേ? ഇപ്പോൾ തിയേറ്ററിൽ തീരെ വർക്കാവാത്ത സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലേ? അതിന് ചിലപ്പം കുറേ കാലം കഴിയുമ്പോൾ ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പാർട്ട്. ആക്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ പാർട്ട് അതാണ്. ആ ഒരു ഇൻട്രാക്ഷൻ ഭയങ്കര സുഗമമായി എന്നുള്ളതാണ്. എഴുത്തുകളിലൂടെ ആണെങ്കിലും അത്തരം ശബ്ദ സന്ദേശങ്ങളിലൂടെ ആണെങ്കിലൊക്കെ നമ്മുടെ അടുത്തേക്ക് അവരുടെ ഒപ്പീനിയൻസ് എത്തുന്നുണ്ട്. നിങ്ങൾ തുടങ്ങിയ കാലത്തുള്ള ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ ടി വിയിൽ പിന്നെയും കുറവാണ്, കൂടുതൽ മാസികകളിലും വളരെ ജെന്യുവൻ ആയിട്ടുള്ള സിനിമ കാണുന്ന ആളുകളുണ്ട്. അവരുടെ ശബ്ദം മുമ്പ് നമ്മളിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അയാളുടെ വർക്കിനെ നമുക്ക് വിലയിരുത്തിക്കൊണ്ടൊരു കാര്യം പറയാൻ വളരെ എളുപ്പമായില്ലേ? അത് ഭയങ്കര അടിപൊളിയാണ്. അന്ന് ഞാനീ പറഞ്ഞ അന്ന് ഇത്തരം എഴുതി വരുന്നതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്നു, ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ക്യാമറ ഇല്ലാത്ത ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതും മീഡിയേറ്റർ അത് എടുത്ത് എഴുതി ഉണ്ടാക്കുന്നതും വേറൊരു കഥയായി മാറുന്നത് ഉറപ്പായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഉറപ്പായിട്ടുണ്ട്. അത് അങ്ങനത്തെ കഥകളും അങ്ങനെ വായിക്കേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ? അല്ല, അത് വരുമല്ലോ. അത് വേറൊരാൾ എന്താണെങ്കിലും ഇപ്പം ഞാൻ നിങ്ങളോടൊരു ഇൻസിഡൻറ്റ് പറയുന്നു, നിങ്ങളത് പോയി മറ്റൊരാളോട് പറയുന്നതിന് എപ്പോഴും അത് നിങ്ങളിലൂടെയാണല്ലോ അത് പുറത്തു വരുന്നത്. അതിനെപ്പോഴും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം ഇത്തരം ഇൻ്റർവ്യൂകളിൽ അതില്ല. മുമ്പ് ഈ സിനിമ പ്രവർത്തകരുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വളരെ റെയറല്ലേ. ചാനൽസ് വരുന്നു,
പിന്നീട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വരുന്നു, ക്യാമറ വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ ക്യാമറകൾ വരുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ വന്നതോടുകൂടിയാണ് അത് വളരെ ഈസി ആയത്. അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സംവിധാന മോഹമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. നമ്മൾ സംവിധാന മോഹം ഉണ്ടെന്നൊക്കെ പറയാമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. 25 വർഷം കരിയർ പറയാൻ 25 വർഷം കരിയർ തേച്ചുകൊണ്ട് സംവിധാനം അത് വേറൊരു ആഗ്രഹം പറയാനുള്ള ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ അത് ആദ്യം മുതലേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് സിനിമ മോഹം തുടങ്ങുന്ന കാലത്ത് നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇന്ന് പലരും സിനിമയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഒപ്പമൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ നമുക്കും അത്തരത്തിലുള്ള ആഗ്രഹം ഷേപ്പായി വന്നിട്ടുണ്ട്. സിനിമ എഴുതണമെന്നും സിനിമ സംവിധാനം ചെയ്യണമെന്നൊക്കെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ശ്രമം നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ട്. ഇപ്പോൾ അത് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. സംവിധാനമൊന്നും ഉടനെ ചെയ്യില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ആഗ്രഹമുണ്ട് എനിക്ക്. ഏത് തരം കഥകളാ ഉള്ളിലെ ഒരു പ്രേക്ഷകൻ എക്സൈറ്റ് ചെയ്യുന്നത്? ഞാൻ എല്ലാ തരം സിനിമയും കാണുന്ന ഒരാളാണ്. അത് വെറുതെ ഒരു ബോറൻ മറുപടി പറയുക എന്നുള്ളതല്ല, അതാണ് എൻ്റെ റിയാലിറ്റി. എല്ലാ തരം സിനിമകളും കാണാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ സിനിമകൾ കാണുന്നതിൽ ഭയങ്കരമായൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ സിനിമ കാണാൻ തുടങ്ങിയ കാലത്ത് ഭയങ്കര പ്രയാസമാണ് സിനിമ കാണാൻ. ഈ നമ്മളുടെ മലയാളം സിനിമകളുണ്ടാവും, പുറത്തുള്ള ഭാഷയിലുള്ള സിനിമകൾ കാണുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. അത് എറണാകുളത്ത് ഞങ്ങൾ കൊച്ചിയിൽ ശ്രീധർ എന്ന് പറയുന്നൊരു തിയേറ്ററാണ് ഉണ്ടായിരുന്നു നമുക്ക്, ഒരു ഇംഗ്ലീഷ് സിനിമകൾ വരുന്നൊരു തിയേറ്റർ. അതും കമേഴ്ഷ്യലി ഭയങ്കര വേൾഡ് വൈഡ് അക്ലൈം കിട്ടിയ സിനിമകളാണ് അവിടെ കൂടുതൽ വന്നിരുന്നത്. പക്ഷെ അതല്ലാത്ത വേറൊരു വേൾഡ് ഉണ്ടല്ലോ സിനിമകളുടെ, അത് നമ്മളിലേക്ക് തുറന്നു തന്നത് പിന്നീട് വന്ന DVD കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ സിനിമകളുടെ ആധിക്യമുണ്ട് നമുക്ക്, അല്ലേ, മെറ്റീരിയൽസിൻ്റെ, അല്ലേ, നമ്മൾ കാണണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച എത്രയോ സിനിമകളുണ്ടാവില്ലേ, അല്ലേ, എത്രയോ സിനിമകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി സെലക്റ്റഡ് വ്യൂയിങ് ആണ് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. മുമ്പ് എല്ലാത്തരം സിനിമകളും കാണുമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മളോട് പറയുന്നതും എല്ലാം അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ചില സിനിമകളിലേക്ക് നമ്മൾ എത്തുക. കാരണം അത്രയും ഡാറ്റാസ് ഉണ്ട് നമ്മുടെ ചുറ്റും, പല ഭാഷകളിലുള്ള പലതരം സിനിമകൾ. ആ സിനിമ കണ്ടില്ലേ, അയ്യോ അങ്ങനെ ഒരു സിനിമ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയി കാണുന്ന സീരീസുകൾ. സമയം വേണ്ടേ? സമയത്തിൽ മാറ്റമില്ലല്ലോ. അന്നും 24 മണിക്കൂർ, ഇന്നും 24 മണിക്കൂറല്ലേ. ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നോക്കായിരുന്നു. 24 മണിക്കൂറിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം പക്ഷേ 24-ലും കൂടുതൽ. ഉള്ളിലുള്ള സംവിധായകനും റൈറ്ററും ഉണ്ടല്ലോ, മനസ്സിലുണ്ടല്ലോ, ആ ആളെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് കഥയാ? അല്ല അങ്ങനെ ഇല്ല, അങ്ങനെ നമുക്ക് എഴുതാൻ താല്പര്യമുള്ള ജോണർ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആലോചനകളിലേക്ക് പോകുന്നത് ഒരു അല്ല, എനിക്ക് ഇൻറ്റൻസായ മാനുഷികാവസ്ഥകളൊക്കെ ഉള്ള സിനിമകൾ പറയണമെന്നാണ് ആഗ്രഹം. അതിനങ്ങനെ എനിക്കങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയണം എന്നില്ല. ചിലപ്പോൾ നമ്മളെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നൊരു കഥ, അതിന് ബാക്കി കൊമേഴ്ഷ്യൽ പോസിബിലിറ്റീസ്, അതിൽ വരേണ്ട ആളുകൾ, അങ്ങനെയൊക്കെ ചേർന്നാണ് സിനിമ രൂപപ്പെടുക. നമുക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും സിനിമ ചെയ്യാൻ പറ്റണം എന്നില്ല. അയാൾ വിചാരിച്ച സിനിമ ആയിരിക്കണം എന്നില്ല ആദ്യം ചെയ്യുന്നത്. കാരണം അതിൽ വേറെ ഒരുപാട് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകളും മറ്റും പല താല്പര്യങ്ങളും അതിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ കഥ തന്നെ നമുക്ക് മാറ്റേണ്ടി വരും, പല കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇത് ഇന്ന പോലെ ആയിരിക്കും ആ സിനിമ എന്ന് ഇപ്പോൾ പറയൽ പ്രയാസമായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാത്തരം സിനിമയും കാണുന്ന ഒരാളാണ്. അത് ഇനി നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അത് കൂടുതൽ അറിയുക. അതുപോലെ അനാർക്കലി ഞാനിരുന്ന് രാവിലെ കുറേ സീൻസ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ എന്താണെന്നറിയോ, ചിലപ്പോൾ നമ്മളൊരു സീൻ ഓർത്തിട്ട് അതൊന്ന് കാണാൻ വേണ്ടി എടുത്താലും ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അനാർക്കലി പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് സച്ചി. അതെ, ഞങ്ങൾ അദ്ദേഹം സിനിമയിൽ വരുന്ന കാലത്തെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അമൃതം സിനിമയുടെ നിർമ്മാതാവാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. ഒരു അഡ്വക്കേറ്റ് 2 പേരുണ്ട്, അപ്പോൾ അവർക്ക് കഥ പറയണം. സച്ചി സേതു അവർ വരുന്നു. അപ്പോൾ സേതു ചേട്ടൻ്റെ വൈഫ് എനിക്ക് പരിചയമുണ്ട്. അത് എൻ്റെ സ്കൂളിൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് സുഹൃത്തുക്കളായി. കഥ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് സിനിമ നടന്നില്ല. പിന്നീട് അവർ സിനിമ എഴുത്തുകാർ ആയി. പിന്നീട് കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് അനാർക്കലി. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമായി. ഒബ്വിയസ്ലി അദ്ദേഹം എന്നെ ഓർക്കുകയും ഒരു വേഷം എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് ആദ്യമായിട്ട്
ആക്ഷൻ പറഞ്ഞപ്പോൾ നമ്മളും ഉണ്ടായിരുന്നു കൂടെ. ഒരു കപ്പലിൽ വെച്ചാണ് ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്നു. ഹോൾ ക്രൂ. ആ കപ്പൽ ഞങ്ങളുടെ സിനിമയിൽ എല്ലാവരും. ആ കപ്പൽ വെച്ച് കടലിൻ്റെ നടുക്ക് വെച്ചാണ് ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. എനിക്ക് അതിൻ്റെ ആ മൊമെൻറ്റ്സൊക്കെ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണ്, അതിൻ്റെ ആർക്കൈവ്സ് അവൈലബിൾ ആണ് തോന്നുന്നു. രാജുവിൻ്റെ ഒരു ഷോട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത്. രാജു കടലിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഷോട്ട്. നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും. അപ്പോൾ കടലിൽ വെച്ചിട്ട് ഷൂട്ട് തുടങ്ങിയൊരു സിനിമയാണ്. വളരെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വരികയും നമുക്കൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്ത സുഹൃത്താണ്. അതിപ്പോൾ ഞങ്ങൾക്കൊന്നും പേഴ്സണലി ഒരിക്കൽ പോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തോ അറിഞ്ഞൂടാ, അത് വലിയ ദുഃഖം ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു പുള്ളിയുടെ വേർപാട്. അല്ല, അത് ഒരാൾ വലിയ ഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷനാവുന്നത് വലിയ സങ്കടം ഉണ്ടാക്കുന്നു. അയ്യപ്പനും കോശിയും തന്നു കഴിഞ്ഞു. അതെ അതെ, അത്രയും വലിയൊരു സിനിമ അവസാനം നിർത്തി വെച്ച് അങ്ങനെ വെച്ചു എന്നുള്ളത്. അനാർക്കലിന്റെ ലൊക്കേഷൻ അതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളി ഇതുവരെ കാണാത്ത രീതിയിൽ അത് പിന്നീട് അത് കഴിഞ്ഞ് അവിടെ കുറേ സിനിമകളൊക്കെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം അവിടെ സിനിമ ചെയ്ത് രാമു കാര്യാട്ട് സാറാണ്. അതിനുശേഷം പിന്നെ അവിടേക്ക് അങ്ങനെ കമേഴ്ഷ്യൽ സിനിമകളൊന്നും ഒട്ടും അവിടെ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഒരു സിനിമ അവിടെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്ക് അവസാന നിമിഷം അത് ചെയ്യാൻ പറ്റാതെ പോവുകയോ അവർ ആൻഡമാനിലേക്ക് മാറുകയോ എന്തോ ചെയ്തു. സിനിമയെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഒരു 40 ദിവസത്തോളം 38-40 ദിവസത്തോളം നമ്മളെല്ലാവരും അവിടെ മാത്രം തങ്ങി മുഴുവൻ സിനിമയും അവിടെ തന്നെ ചെയ്തത്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഷെഡ്യൂൾ ഇവിടെ ഉള്ളത് അല്ലാതെ പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതല്ലാതെ ആ സിനിമയുടെ നല്ലൊരു പങ്കും അവിടെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല പല ആളുകളും, ഞാനിപ്പോൾ പിൽക്കാലത്തും പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു പ്രണയ ചിത്രമാണത് അല്ലേ. ഒരുപാട് പേര് അങ്ങനെ ഈ കമ്പാരിസൺസ് ഒക്കെ വരാറുണ്ടല്ലോ, ഇന്ന സിനിമയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്, റീൽസ്. അപ്പോൾ അതിൽ അനാർക്കലിയുടെ പേര്, അനാർക്കലി ഇങ്ങനെ പൊന്തി വന്ന് കണ്ടു. അനാർക്കലി വളരെ ഡെപ്ത് ഉള്ളതാ. അതിപ്പോ നിങ്ങളുടെ ഒരു കഥാപാത്രം ഓൾ ഇന്ത്യ റേഡിയോയിലെ റേഡിയോ ആരെ കണ്ടാലും ശബ്ദം ഈ റേഡിയോയിലെ ജോലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഞാൻ ആകാശവാണിയിലുള്ളതാ. അതല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആകാശവാണി. പ്രത്യേകിച്ച് നമ്മളൊക്കെ റേഡിയോ കേട്ടിട്ടുണ്ട് കുറേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ റേഡിയോ ഉദ്യോഗസ്ഥനാവാൻ പറ്റി. ഈ ഇതിൽ അവിടെ അയാൾ മാത്രമേ ഉള്ളൂ എല്ലാ ജോലിയും ചെയ്യുന്ന ആൾ. അവിടെ അങ്ങനെ ചില യുണീക്ക്. അടുത്ത് ജയിലിൽ ഞങ്ങൾ പോയി സിറ്റ് ചെയ്യാൻ. അവിടെ ആരുമില്ല, കുറ്റവാളികളില്ല, ക്രൈമില്ല, കാക്കകളില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ. അവിടെ അന്ന് ഫോണൊക്കെ കിട്ടും, റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്? പ്രയാസമാണ് 15 പ്രയാസമാണ്. നിങ്ങൾ ഈ ബാക്കി സമയങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ എല്ലാവരും താമസിച്ചിരുന്നത്. അത് വളരെ രസകരമായിരുന്നു, വളരെ രസകരമായിട്ടുള്ള. പിന്നെ അവിടെ ഈ കടൽ ഉള്ളതുകൊണ്ട് കടലിൻ്റെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കടലിൽ പിന്നെ നമുക്ക് എപ്പോഴും കടൽ, ഞങ്ങൾ മുഴുവൻ സമയം കടലിലായിരുന്നു. കടലിൻ്റെ അടിയിൽ പോവുക. കടലിൻ്റെ അടിയിൽ ഒരു വളരെ രസകരമായിട്ട് ലോകമാണ്. അവിടെ സ്നോർക്കലിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലൊന്നും, ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളിലൊന്നാണ്. ഭയങ്കര ബ്ലൂ സീ ആണ്. പിന്നെ അടിയിൽ ഭയങ്കരമായൊരു വേൾഡ് ഉണ്ട്. ഈ അത് കുറച്ച് അധികം അങ്ങനെ പ്രത്യേകമായൊരു ചില സ്ഥലത്തുണ്ടാവില്ലേ, കോറൽ റീഫ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉള്ള സ്ഥലമാണ്. ഭയങ്കര അത്തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്പേസ് ആയിരുന്നു അത്. സന്തോഷം. ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടൊരു മുഖം ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും എനിക്കിങ്ങനെ പല കഥാപാത്രങ്ങൾ മനസ്സിൽ കൂടെ പോവുകയാണ്. പേഴ്സണലി അറിയാമെങ്കിലും നമ്മളിങ്ങനെ മുഖത്തോട് മുഖം സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളല്ലേ ഇങ്ങനെ മുന്നിൽ കൂടെ ഓടിപ്പോകുന്നത്. അപ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമാണ് അങ്ങനെയുള്ള ആക്ടേഴ്സിനോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ. ഏതായിരിക്കും എൻ്റെ ആദ്യം കണ്ട സിനിമ? ഫോർ ദ പീപ്പിൾ തന്നെയായിരിക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ 8 വയസ്സ് ആയിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നു TV-യിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതെനിക്ക് കൃത്യം ഏത് വർഷമാണ് കണ്ടതെന്ന് ഓർമ്മയില്ല. പിന്നെ അമൃതം, നോട്ടം, ആ പച്ചപ്പരന്തത്തെയൊക്കെ നമ്മൾ പാടി നടന്നൊരു പാട്ടാണല്ലോ. പക്ഷെ ആ പാട്ടാണല്ലോ ഞങ്ങളെയൊക്കെ ആദ്യം എക്സൈറ്റ് ചെയ്തത്. ആ പാട്ടാണല്ലോ. അങ്ങനെ അത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇനിയും കുറെ സംസാരിക്കാനുണ്ട് അടുത്ത തവണ. സന്തോഷം, സന്തോഷം. എനിക്കൊരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ തുടങ്ങിയ കാര്യമുണ്ടല്ലോ, 25 വർഷം 25 വർഷം ആയി. 25 വർഷം ഈ 2 സിനിമകൾ എന്ന് പറഞ്ഞ് 2 തരം കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞതും ഞാനത് അങ്ങനെ ഓർത്തിരുന്നില്ല. അത് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ ഞാനത് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇത് തീരുമ്പോൾ ഒരു നോട്ടായിട്ട് ഞാൻ പറഞ്ഞു. താങ്ക് യു ഫോർ റിമൈൻഡിങ്.